വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2024-25 രണ്ടാം പാദവാർഷിക പരീക്ഷ 5ാം ക്ലാസ്സിൻ്റെ അറബിക്ക് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഓക്കെ മക്കൾ, അപ്പോൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ആപ്ലിക്കേഷൻ സ്കൂൾ അറബിക് ഗൈഡ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഇൻസ്റ്റാൾ ചെയ്യുക കേട്ടോ. പ്ലേ സ്റ്റോറിൽ സ്കൂൾ അറബിക് ഗൈഡ് എന്ന് അടിച്ചാൽ തന്നെ ആൻസർ കിട്ടും. പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ആപ്ലിക്കേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ പരീക്ഷ വളരെ എളുപ്പമായിരുന്നു. എന്തായിരുന്നു അതിൽ നമുക്ക് 6 പ്രവർത്തനങ്ങളാണ് ഉണ്ടായിരുന്നത്. 5 എണ്ണമാണ് നമ്മൾ എഴുതേണ്ടത്. അതിൽ ഈ 1ാമത്തെ പ്രവർത്തനം നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ടതായി. എന്തായിരുന്നു 1ാമത്തെ പ്രവർത്തനം? ദഹബ ഹാഷിം ഇലൽ മസ്റ. പാരഗ്രാഫ് വായിക്കുക, ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക എന്നാണ്. ദഹബ ഹാഷിം ഇലൽ മസ്റ. ഹാഷിം തോട്ടത്തിലേക്ക് പോയി. മല ഹാഷിം അൽ ഹക്കായിബ. ഹാഷിം ഗ്രോ ബാഗുകളിൽ നിറച്ചു. ബി തുറാബ് മണ്ണും വൽ അസ്മിദത്തു തബീഇയ്യ എന്തും ജൈവവളവും നിറച്ചു. വ ബദറൽ ബുദൂറ വിത്ത് വിതച്ചു. വ ഗറസ ഷതലാത്ത് ചെടി നട്ടു. വ ബദ യസ്ഖി കുല്ല യൗമിൻ എല്ലാ ദിവസവും അവൻ നനയ്ക്കാൻ തുടങ്ങി. സബാഹ മസാ രാവിലെയും വൈകിട്ടും. നമത്തി ഷതലാത്ത് ചെടികളെല്ലാം വളർന്നു. വസ്മറത്ത് അതങ്ങനെ പൂത്തു. ഹസദ ഹാഷിം ഹാഷിം വിളവെടുത്തു. അൽ അദസ എന്താ വിളവെടുത്തത്? പയറും. വത്തമാത്തിം തക്കാളിയും. വൽ ബാദിഞ്ചാൻ വഴുതനങ്ങിയും. വൽ ബാമിയ വെണ്ടക്കയും വിളവെടുത്തു എന്നാണ്. അപ്പോൾ ചോദ്യം എന്താണ്? ബി മാതാ മല ഹാഷിം അൽ ഹക്കായിബ്. ബാഗിൽ എന്താണ്, ഗ്രോ ബാഗിൽ എന്താണ് ഹാഷിം നിറച്ചത്? എന്താണ് അല്ലേ? മണ്ണും ജൈവവളമല്ലേ? അപ്പോൾ ഇതാണ് ഉത്തരം വരിക അല്ലേ? മണ്ണും ജൈവവളവും. ഇല ഐന ദഹബ ഹാഷിം. ഹാഷിം എവിടേക്കാണ് പോയത്? ഇലൽ മദ്രസ, ഇലൽ മസ്റ, ഇലൽ മൽഅബ്. എവിടേക്കാണ് പോയത്? ഇലൽ മസ്റ. എവിടേക്കാ? തോട്ടത്തിലേക്കാണ് പോയത്. സഖ ഹാഷിം അഷത്തലാത്ത്. ഹാഷിം എന്താണ് ചെടികൾ നനച്ചു. മസാൻ വൈകിട്ട്. ലുഹറൻ ഉച്ചയ്ക്ക്. സബാഹ മസാ രാവിലെയും വൈകിട്ടും. രാവിലെയും വൈകിട്ടും നനച്ചെന്നല്ലേ പറഞ്ഞ സബാഹ് മസാ. അപ്പോൾ ഉത്തരം ഏത് വരും? സബാഹ് മസാ ആണ് ഉത്തരം വരിക അല്ല മക്കളെ? അതെ. അടുത്തത് നഖ്താറുൽ ഹലറവാത്ത മിനൻ നസ്. താഴെയുള്ളതിൽ അല്ല നമ്മുടെ പഠിച്ച മുകളിൽ നെസ്സിൽ നിന്ന് പച്ചക്കറികൾ തിരഞ്ഞെടുത്ത് എഴുതുക. 2 എണ്ണം എഴുതിയാൽ മതി. പച്ചക്കറികളുടെ പേര് ഏതൊക്കെയാ? അദസ് ഉണ്ട്, തൊമാത്തിമുണ്ട്, ബാദിഞ്ചാനുണ്ട്, ബാമിയ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. എവിടെ എഴുതണം? വരണപടയും. അടുത്ത് ജമ്മു കലിമത്ത് ഷത്തലാത്ത്. ഷത്തലാത്ത് എന്ന വാക്കിൻ്റെ എന്താ? ബഹുവചനം. ഷത്തലത്തും എന്താ? ഷത്തലാത്ത് എന്ന വാക്ക് അവിടെ ഉണ്ട്, കണ്ടോ? ഓക്കെ, അപ്പോൾ എല്ലാം പാരഗ്രാഫിൽ തന്നെ ഉത്തരങ്ങളുണ്ട്. നോക്കി എഴുതുകയേ വേണ്ടുള്ളൂ. മനസ്സിലായ മക്കളെ? ഓക്കെ, അടുത്തത് നഖറ തർജമത്ത് സയ്യിദ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് വനുഇദ്ദുൽ ബയാനാത്ത് ഷഖ്സിയ. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഈ ജീവചരിത്രം വായിച്ചിട്ട് ഈ ചോദ്യങ്ങൾക്ക്, അതായത് അദ്ദേഹത്തിൻ്റെ ബയാനാത്ത് ഷഖ്സിയ ബയോഡാറ്റ പൂരിപ്പിക്കുക എന്നുള്ളതാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സഹീം മഷ്ഹൂർ. അദ്ദേഹം ഒരു പ്രസിദ്ധനായ നേതാവാണ്. ലുക്കിബ ബി സാഹിബ്. അദ്ദേഹം സാഹിബ് എന്ന് വിളിക്കപ്പെട്ടു അല്ലേ? ഉലിദ ഫി ഖറിയത്ത് കൊടുങ്ങല്ലൂർ ജനിച്ചു. സനത്ത 1898. സനത്ത അൽഫിൻ വസമാനിമിയത്തിൻ വസമാനിവത്തിസൈൻ 1898 ജനിച്ചു കൊടുങ്ങല്ലൂർ. വാലിദുഹു അബ്ദുറഹ്മാൻ. അദ്ദേഹത്തിൻ്റെ ഉപ്പ അബ്ദുറഹ്മാനാണ്. വാലിദത്തുഹു മാതാവ് കുഞ്ഞായി ഷുമ്മയാണ്. അസ്ദർ അബ്ദുറഹ്മാൻ ജരീദത്തൽ അമീൻ പത്രം അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. മിൻ കാലിക്കൂത്ത്. എവിടുന്ന്? കോഴിക്കോട് നിന്ന്. തൂഫിയ ബി കാലിക്കൂത്ത്. കോഴിക്കോട് വെച്ച് മരിച്ചു 1945 അല്ലേ? അപ്പോൾ ഇസ്മുൽ കാമിൽ. അദ്ദേഹത്തിൻ്റെ ഇസ്മുൽ കാമിൽ എന്താണ്? പാരഗ്രാഫിൽ നിന്ന് എടുക്കേണ്ടത് നമ്മൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഇവിടെ കൊടുക്കണം. ശരിയല്ലേ? ഇസ്മുൽ വാലിദ്. വാലിദുഹു കുഴപ്പണം. വാലിദിൻ്റെ പേരെന്താ? അബ്ദുറഹ്മാൻ. അത് നമ്മൾ ഇവിടെ കൊടുക്കണം. മനസ്സിലായോ? ഇസ്മുൽ വാലിദത്തോ? അമ്മയുടെ പേര് അല്ലെങ്കിൽ ഉമ്മയുടെ പേര് എന്താണ്?
വാലിദത്തുഹു കുഞ്ഞായിഷുമാന്ന് മാത്രം എഴുതിയാൽ മതി ഇവിടെ. ഓക്കെ. പിന്നെ ആമുൽ മീലാദ്, എന്താ ആമുൽ മീലാദ്, ജനിച്ച വർഷം, അതിവിടെ ഉണ്ടല്ലോ. വുലിദ ഈ വർഷം, സനത്ത 1898 ഇവിടെ കൊടുക്കണം. മക്കാനുൽ മീലാദ് ജനിച്ച സ്ഥലം കൊടുങ്ങല്ലൂർ അല്ലേ, കൊടുങ്ങല്ലൂർ നമുക്ക് ഇവിടെ ചേർക്കാം. ലഖബ് വിളിപ്പേര്, വിളിപ്പേരെന്താണ്? ലുഖിബ അസ്വാഹിബ് അല്ലേ, സ്വാഹിബ് വിളിപ്പേര്. ആമുൽ വഫാത്ത് മരണവർഷം, ഇപ്പോൾ തുവഫിയ മരണപ്പെട്ട വർഷം ഏത്? 1945, അത് നമുക്ക് അവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം. മക്കാനുൽ വഫാത്ത് മരിച്ച സ്ഥലം ഏതാണ്? കാലിക്കൂത്സ്, കാലിക്കൂത്സ്. ഓക്കെ, അത് നമുക്ക് ഇവിടെ ചേർക്കാം. റെഡിയല്ലേ മക്കളെ? അപ്പോൾ അതാണ് രണ്ടാമത്തെ പ്രവർത്തനം. ഇനി മൂന്നാമത്തിലേക്ക് പോകുമ്പോൾ നുക്മിലിൽ ഹിവാർ, ഹിവാർ പൂർത്തിയാക്കണം. ഖറജ ജുബൈർ ഇലൽ മദ്രസത്തി സബാഹൻ, ജുബൈർ രാവിലെ സ്കൂളിൽ പോയി. ലക്കിയ റജുലൻ മുസിന്നൻ ജായം ഫിത്തൊരിക്, വഴിയിൽ വയസ്സായ വിശക്കുന്ന ഒരാളെ കണ്ടു. ഫാഴ്ത്താവു തഹാം, അയാൾക്ക് ഫുഡ് കൊടുത്തു. സുമ വസല ഇലൽ മദ്രസത്തി മുതാഹിറ, പിന്നെ വൈകിട്ട് വൈകിയാണ് അവൻ സ്കൂളിലെത്തിയത്. ഫദാറ ബൈനഹു വ ബൈന മുദരിസിഹി ഹിവാറുൻ, അപ്പോൾ ടീച്ചർക്കും അവനും ഇടയിൽ ഒരു ഹിവാർ നടന്നു. ഹയ്യാ നുക്കുമിലൽ ഹിവാർ, ആ ഹിവാർ പൂർത്തിയാക്കണം. സുബൈർ പറഞ്ഞു, അസ്സലാമു അലൈക്കും മിൻ ഫദ്ലിക അദ്ഖുൽ, സാർ പ്ലീസ് കടന്നോട്ടെ. അപ്പോൾ മുദരിസത്ത് ഈ സലാം അടക്കണ്ടേ? വഅലൈക്കും അസ്സലാം എന്നിവിടെ പറയില്ലേ. തഫല്ലൽ ലിമ തഅഖർത, എന്തേ വൈകിയത്? അപ്പോൾ സുബൈർ പറഞ്ഞത് റഅയ്തു റജുലൻ മുസിന്നൻ ജായിയൻ, ഞാൻ വയസ്സായ വിശക്കുന്ന ഒരാളെ കണ്ടു. അപ്പോൾ മുദരിസ് എന്തോ ചോദിച്ചു, അതിൻ്റെ മറുപടി എന്താ? ഫിത്തൊരീക്ക്, വഴിയിൽ. അപ്പോൾ എന്താണ്, എവിടെയാണ് എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും അല്ലേ. അതിൻ്റെ വാക്കേതാ? എവിടെ ഉണ്ട്? അയിന. അത് നമുക്ക് ഇവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ. പിന്നെ മാതാ ഫഅൽത ബിഹി, നീ അയാൾ എന്ത് ചെയ്തു? എന്ത് ചെയ്തു? ഇവിടെ കുറേ വാക്കുണ്ട്. ഏതാണ്? അഫ്വൻ, സോറി, അഹ്സൻത, വെരി ഗുഡ്. അഴത്തൈതു ത്വആം, ഞാൻ ഫുഡ് കൊടുത്തു. ഫുഡ് കൊടുക്കലേ ഇത്. അപ്പോൾ അഴത്തൈതുഹു ത്വആം എന്നുള്ളത് എവിടെ വരും? ഇവിടെ വരും. ശരി അല്ലേ. അപ്പോൾ ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും വെരി ഗുഡ്, ഗുഡ് എന്ന് പറയാം നമ്മൾ അഹ്സൻത, ഇവിടെ എഴുതണം അഹ്സൻത. ശരിയല്ലേ. അപ്പോൾ സുബൈർ ശുക്രൻ, ശുക്രൻ നന്ദി. അപ്പോൾ മുദരിസ് എന്ത് പറയും? അഫ്വൻ, നോ മെൻഷൻ പ്ലീസ് എന്ന് എഴുതണം. ഓക്കെ. ഇനി നാലാമത്തെ നഖറഉൽ ലഗ്സ അൻ തമാത്തിം, തമാത്തിം വനുഇദ് ലഗ്സൻ. ഇവിടെ നമ്മുടെ ടൊമാറ്റോയെക്കുറിച്ച്, ടൊമാറ്റോ എന്താ? തക്കാളിയെക്കുറിച്ച് ഒരു കടങ്കഥയുണ്ട്. നമുക്ക് ജുവാഫിയെക്കുറിച്ച് ഒരു കടങ്കഥ ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ ഇതേ മോഡലിൽ ലൗനി അഹ്മർ, എൻ്റെ നിറം ചുവപ്പാണ്. ഇവിടെ ജുവാഫയുടെ കളർ എന്താ? അഹ്ലർ. അപ്പോൾ ലൗനി അഹ്ലർ എന്നാണ് വരിക അല്ലേ, അഹ്ലർ. പിന്നെ ജിസ്മി ദായിരി, എൻ്റെത് റൗണ്ടാണ്. ഇവിടെ അങ്ങനെ തന്നെയല്ലേ, ജുവാഫിയും റൗണ്ടല്ലേ, അപ്പോൾ ജിസ്മി ദായിരി എന്ന് തന്നെ കൊടുക്കാം. അന ഖനിയും ബിൽ ഫിത്താമിനാത്ത്, എനിക്ക് വിറ്റാമിനുകളുണ്ട്. അപ്പം അങ്ങനെ പറയാം, ഇവിടെ ഇവനും വിറ്റാമിനുണ്ട്. അപ്പോൾ അന ഖനിയും ബിൽ ഫിത്താമിനാത്ത് നേരെ നമുക്കിവിടെ ചേർക്കാം. യുഹിബുനി അന്നാസ്, എന്നെ ജനങ്ങൾക്ക് ഇഷ്ടമാണ്. ജുവാഫിയും ജനങ്ങൾക്ക് ഇഷ്ടമല്ലേ, വീണ്ടും ഇവിടെ എഴുതാം യുഹിബുനി അന്നാസ്. അന മിനൽ ഖലറവാത്ത്, ഞാൻ പച്ചക്കറിയിൽപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ ഇത് പച്ചക്കറിയാണോ? അല്ല, അനമിനൽ ഫവാക്കിഹ് എന്ന് വരും. അനമിനൽ ഫവാക്കിഹ്. മൻ അന അന തൊമാത്തിം, മൻ അന അന ജുവാഫ. ഓക്കെ. അപ്പോൾ അതെങ്ങനെ എഴുതണം? ഇങ്ങനെ എഴുതണം. ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, അഖ്ലർ എന്നിവിടെ വരും, മിനൽ ഫവാക്കിഹ്. ഓക്കെ മക്കളെ. അടുത്തത് നുക്കുമിലിൽ ഖാന, ഇവിടെയുള്ള ഖാന പൂർത്തിയാക്കണം. അതായത് മുഫ്രദ് ജമ്മുണ്ട്, ചിലതിൻ്റെ മുഫ്രദുണ്ട്, ചിലതിൻ്റെ ജമ്മില്ല, ചിലതിൻ്റെ ജമ്മുണ്ട്, ചിലത് മുഫ്രദില്ല. കഷ്ക്, അഷ്ക്, അക്ഷാക്ക് സ്റ്റാള്. ബലദുൻ ജമ്മെന്താ? ബിലാദ്. ജുസൂർ എന്ന് പറഞ്ഞാൽ വേര്, അപ്പോൾ ജിസറുൻ ജുസൂർ അല്ലേ. സ്വദീഖുൻ ജമ്മ് അസ്തിഖാ. അത്ഫാൽ ജമ്മു കൊടുത്തിട്ടുണ്ട്. അപ്പം മുഫ്രദ് എന്താണ്? തിഫുലുൻ. മൽബസിൻ്റെ മുഫ്രദ് ജമ്മ് എന്താണ്? മലാബിസ്. മൽബസിൻ ജമ്മ് മലാബിസ്. ഓക്കെ, ഇതാ ഇങ്ങനെ കൊടുക്കണം. ഓക്കെ, മൽബസുൻ ജമ്മ് മലാബിസ്. റെഡിയല്ലേ? ഓക്കെ. അടുത്തത്
ഖറജൽ ഖാദിം ഇല സൂഖ്. ഇതിൽ നഖ്താറുൽ ഫേല വൽ ഫായില മിനൽ ജുമലൽ ആത്തിയ. ഇതിൽ ഫേല് ഫായില് നമ്മൾ എന്ത് ചെയ്യണം? വേർതിരിച്ച് എഴുതണം കേട്ടോ. ഫേൽ എഴുതണം, ഫായിൽ എഴുതണം. ഈ സെൻറ്റൻസിൽ ഖറജൽ ഖാദിം, ഖാദിം പോയി, ഇല സൂഖ് എവിടേക്ക് പോയി? അങ്ങാടിയിലേക്ക് പോയി. അപ്പോൾ എങ്ങനെ വരും? ഏതാ? പോയി അല്ലേ? പോയി എന്നുള്ള ഖറജയാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ആരാ പോയത്? ഖാദിം. അപ്പോൾ ഖാദിമിന് ഫായിലിൻ്റെ സ്ഥാനത്ത് എഴുതണം. ഓക്കെ. പിന്നെ ഖതഫ ഉറാബുൻ ഖുബ്സൻ. ഖതഫ എന്താണ്? റാഞ്ചി. ഉറാബ് കാക്ക റാഞ്ചി എടുത്തു. ഖുബ്സൻ റൊട്ടി റാഞ്ചി എടുത്തു, തട്ടിപ്പറിച്ചു. അപ്പോൾ എന്താ പറയാം? ഖതഫ എന്ന വാക്ക് ഫേലിൻ്റെ നേരെ എഴുതണം, ഉറാബ് ഫായിലിൻ്റെ നേരെ എഴുതണം. ഫായിലല്ലേ തട്ടിപ്പറിച്ചത്? ഫായിലാണ്. ഖുറാബാണ് തട്ടിപ്പറിച്ചത്. തട്ടിപ്പറിച്ച ആളാരാണ്? ഉറാബ്. അപ്പോൾ അത് ഫായിലാണ്. ജലസൽ അർനബു. അർനബ് ഇരുന്നു. അല സഹ്റ എവിടെ? കല്ലിൻ്റെ മുകളിൽ. അപ്പോൾ ജലസ ഫേല്, അർനബ് ഫായില്. റഅ സഅലബു. റഅ കണ്ടു, അസഅലബ് കുറുക്കൻ കണ്ടു, അല്ല അസദ സിംഹത്തെ കണ്ടു. അപ്പോൾ റഅ ഫേല്, സഅലബ് ഫായില്. ഖാലൽ അസദുലിൽ അർനബ്. അസദ് അർനബിനോട് പറഞ്ഞു അല്ലേ? അപ്പോൾ ഖാല പറഞ്ഞു എന്നുള്ളത് ഫേല്, അസദ് ഫായില് കേട്ടോ. അപ്പോൾ അതിങ്ങനെയാണ് എഴുതേണ്ടത്. രണ്ട് കൊടുത്തിട്ടുണ്ട്. ശരിയല്ലേ? ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത് നമുക്ക് ആറാമത്തെ നുക്മിലിൽ മൻലൂം എന്നാണ്. പദ്യം പൂർത്തിയാക്കണം. ഈ ബ്രാക്കറ്റിൽ ഇത് വെച്ചിട്ട് നമ്മൾ ഇന്നസിദ്ക അക്രമു അദബിൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ? അതുപോലെയാണ് ഇവിടെ. ഉൻസുർ ഉൻസുർ യാ ഖില്ലി, ഉൻസുർ ഉൻസുർ യാ ഹബ്ബി, എല്ലാവരെയും സഹായിക്കണം. അപ്പോൾ ഇന്ന നസറ അക്രമു അദബിൻ, സഹായിക്കുന്നത് നല്ല മനസ്സാണ്, നല്ല മര്യാദയാണ്. ഇന്ന നസറ അഹ്സനു സുബുലിൻ, അതോട് ചേർത്ത് കൊടുത്തായി, നല്ല മാർഗമാണ്. ഉൻസുർ ഉൻസുർ യാ അബ്റാരി, ഉൻസുർ ഉൻസുർ യാ അഖിയാരി. അപ്പോൾ യാ അഖിയാരി എന്ന് ഇവിടെ ചേർക്കണം കേട്ടോ. ഇന്ന നസറ ഏത് വരും? അഫ്ളലു ആദ, അതിവിടെ ചേർക്കാം. ഇന്ന നസറ അക്മല തുർക്കിൻ. അടുത്തത് ഉൻസുർ ഉൻസുർ യാ ഔലാദി, ഉൻസുർ ഉൻസുർ യാ സഹാബി എന്നിവിടെ ചേർക്കുക. ഇന്ന നസറ അജ്മൽ റുഷ്ദിൻ, ഇന്ന നസറ അഅ്ളമു ഖുലുഖ്. എളുപ്പമല്ലേ? അപ്പോൾ അതെങ്ങനെ എഴുതണം? ഇവിടെ കൊടുത്തിട്ടുണ്ട് സാറ്. ഇതുപോലെ നമ്പർ ഇട്ടിട്ടുണ്ട് കണ്ടോ. ഈ ഒന്ന് ഹസനു സുബിലും ഇവിടെ വരണം. ഇവിടെ ഉൻസുർ ഉൻസുർ എന്ന് വേണം. ഉൻസുർ ഉൻസുർ യാ അഖിയാരി എന്ന് ഇവിടെ വരണം. ഇന്ന നസറ അഫ്ളലു ആദ, ഇന്ന നസറ അക്മല തുർക്, ഉൻസുർ ഉൻസുർ യാ സഹാബി, ഇന്ന നസറ അഅ്ളമു ഖുലുഖ്. ഓക്കെ, എളുപ്പമായിരുന്നില്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് സാർ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് മക്കൾ കമൻറ്റ് ചെയ്യണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇനിയുള്ള പരീക്ഷകളും എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക. നേരത്തെ പറഞ്ഞ സ്കൂൾ അറബിക്കയുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ നമുക്ക് ക്വിസ് മത്സരങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.